ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള നമസ്കാരം. ശ്രീനാഥ് ഹംപൂരിയാണ്. 2026 ജൂൺ മാസം 2-ാം തീയതി രാശി മാറിയതായ വ്യാഴത്തിന്റെ ആ ഒരു രാശി സഞ്ചാരം കർക്കിടക ക്ഷേത്രത്തിലേക്ക് മാറി എന്ന് നമുക്കറിയാം. അതിനെ സംബന്ധിച്ച് പല ആൾക്കാരും ആ ഗുണത്തെ കാക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വ്യാഴത്തിന്റെ ഈ ഗുണങ്ങളിൽപ്പെട്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായ രാശിക്കാരെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ചിങ്ങക്കൂറിൽപ്പെട്ടിട്ടുള്ളതായ മകം, പൂരം, ഉത്രത്തിന്റെ ആദ്യപാദങ്ങൾ അടങ്ങുന്ന ആൾക്കാരാണ് അവർ. വളരെയധികം ശ്രദ്ധിക്കണം. നിങ്ങൾക്കറിയാം 12-ാം ഭാവത്തിലാണ് ഈ കർക്കിടകൻ രാശി വന്നിട്ടുള്ളത്. അങ്ങനെയുള്ള ഈ 12-ാം ഭാവത്തിലുള്ള വ്യാഴത്തിന്റെ സ്ഥിതി എന്നുള്ളത് എല്ലാം കൊണ്ടും കഷ്ടതകളെ സൂചിപ്പിക്കുന്നതാണ്. അതീവ ഗൗരവത്തോടു കൂടി നീങ്ങേണ്ടുന്ന ഒരു കാലഘട്ടമാണ്. ഈശ്വരാധീനം എന്നുള്ളത് തൊട്ട് പിറകിൽ നിൽക്കുമ്പോഴുള്ള ഒരു അവസ്ഥ പോലെയാണ്. നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. എല്ലാ വിഷയങ്ങളെയും നമുക്ക് ചിന്തിക്കാൻ സാധിക്കണമെന്നില്ല. പലതിനെയും ബുദ്ധിപരമായി അല്ലെങ്കിൽ ചിന്തയിലൂടെ അല്ലാതെ വികാരപരമായി നീങ്ങുന്ന ഒരു കാലഘട്ടമാണ് ഈ ചിങ്ങക്കൂറുകാർക്ക് കാണുക. ആത്മപ്രഭാവം കുറയുന്ന ഒരു കാലഘട്ടമാണ്. വളരെയധികം ശ്രദ്ധയോടുകൂടി വേണം നീങ്ങാൻ. സാമ്പത്തികമായ നഷ്ടതകളിൽ നിന്നും ശ്രദ്ധയോടെ വിട്ടുമാറാൻ വേണ്ടി സാധിക്കണം. അകാരണമായ തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക ചിങ്ങക്കൂറുകാർ. അതോടൊപ്പം തന്നെ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ നമുക്ക് സാധിക്കാത്തതായ, ചിന്തിക്കാത്തതായ പല എഗ്രിമെന്റിലും മറ്റൊക്കെ ഒപ്പുവെക്കുന്നതിനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ബിസിനസ് ആയിക്കഴിഞ്ഞാലൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഈ 4-ാം ഭാവത്തിലേക്കാണ് വ്യാഴത്തിന്റെ ദൃഷ്ടി പതിയുന്നത്. 4-ാം ഭാവം എന്നുള്ളത് ചൊവ്വാക്ഷേത്രമാണ്. ആ ചൊവ്വ ചിങ്ങക്കൂറിലേക്ക് ഏതാണ്ട് എത്താൻ വേണ്ടി പോകും ഈ ഒരു മധ്യ വർഷത്തോടു കൂടിയിട്ട്. അങ്ങനെ ഈ 4-ാം ഭാവത്തിലേക്ക് വളരെയധികം അനുകൂലത്തെ നമുക്ക് ചേർത്ത് കൊണ്ടുവരാൻ സാധിക്കണം. പൂർവികമായ ഭൂമി ഇടപാടുകളിൽ ലാഭം നിങ്ങൾക്ക് നേടിയെടുക്കാം. അതോടൊപ്പം തന്നെ ഭൂമി സംബന്ധപ്പെട്ടിട്ടുള്ള ഇടപാടുകൾ സുഗമമാക്കാനുള്ള ഒരു കാലഘട്ടമാണ്. കുറേ നാളുകളായിട്ടുള്ള വസ്തു തർക്കങ്ങൾ വിട്ടുമാറുന്നതിനുള്ള ഒരു കാലഘട്ടമാണ്. വാഹനാദി ഭവന സൗഭാഗ്യങ്ങളൊക്കെ ചേർത്ത് വെക്കാൻ നല്ലതുപോലെ ശ്രമിച്ചാൽ സാധിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. അതിന് ദേവീക്ഷേത്ര ദർശനം ചെയ്യണം. അതോടൊപ്പം തന്നെ ധർമ്മദൈവത്തെ പ്രസാദിപ്പിക്കുക. ഇതൊക്കെയാണ് ഈ ചിങ്ങക്കൂറിലുള്ളവർ വളരെയധികം ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ 6-ാം ഭാവമായ മകരക്കൂറിലാണ് പിന്നീട് 12-ാം ഭാവത്തിൽ നിന്നും വ്യാഴത്തിന്റെ ഒരു സ്ഥിതി നിങ്ങൾക്ക് കിട്ടുക. അതുകൊണ്ട് തന്നെ ആരോഗ്യ കാര്യത്തിലാണ്. നമുക്കറിയാം 6-ാം ഭാവം എന്നുള്ളത് ആരോഗ്യത്തെ സൂചിപ്പിക്കണു. ആ 6-ാം ഭാവത്തിൽ ഈ ഒരു വ്യാഴത്തിന്റെ ദൃഷ്ടി വരുമ്പോൾ അകാരണമായ അശ്രദ്ധ കൊണ്ടുള്ള അസുഖങ്ങൾ പിടിപെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ ജലജന്യ രോഗങ്ങൾക്കുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം ശരീരത്തിൽ വാത, പിത്ത, കോപാത്, വാദത്തിന്റെയും പിത്തത്തിന്റെയും ഒക്കെ അസുഖങ്ങൾ വന്നു ചേരാനുള്ള കാരണമുണ്ട്. ഇതൊക്കെ അശ്രദ്ധ കൊണ്ടാണ് ഉണ്ടാവുക. അതിനുള്ള ഒരു സാധ്യതയാണ് ഈ വ്യാഴം അവിടെ ശനിക്ഷേത്രത്തിൽ ദൃഷ്ടി ചെയ്യുമ്പോൾ. പിന്നീട് ആ ഒരു വ്യാഴത്തിന്റെ സ്ഥിതി നമുക്ക് ചിന്തിക്കേണ്ടത്, ആ വ്യാഴത്തിന്റെ പൂർണ്ണ അനുകൂല സ്ഥിതി വരുന്ന ഒരു രാശി എന്നുള്ളത് മീനൻ രാശിയാണ്. മീനൻ രാശി അഷ്ടമരാശിയാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച്. അതോടുകൂടി അകാരണമായ ആരോഗ്യ അപകടങ്ങളിലും അപവാദങ്ങളിലും പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. സ്ത്രീഹേത്വ അനർത്ഥം നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ സന്താനങ്ങളെ കൊണ്ട് ക്ലേശങ്ങൾ ഉണ്ടാവാം. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങേണ്ടതാണ്. പ്രത്യേകിച്ച് ചിങ്ങക്കൂറിൽപ്പെട്ട കലാകാരന്മാരെ സംബന്ധിച്ചും രാഷ്ട്രീയ സാംസ്കാരിക നായകന്മാരെ സംബന്ധിച്ചിട്ടൊക്കെ ഒരു ശ്രദ്ധയുണ്ടാവുന്നത് വളരെയധികം നല്ലതാണ്. അപവാദങ്ങളിലൊക്കെ ചെന്ന് ചാടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതോടൊപ്പം ഈ ഒരു കർക്കിടക്കൂറിൽ സംക്രമിച്ചതായ വ്യാഴത്തിന്റെ അനുകൂല സ്ഥിതിയെ കൊണ്ടുവരാൻ വേണ്ടി ചിങ്ങക്കൂറുകാർ പ്രധാനമായും നിർബന്ധമായും ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ച് ഇത് കേൾക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പഠന കാര്യത്തിലൊക്കെ വളരെ ബുദ്ധിമുട്ട് വരാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. അതുകൊണ്ട് കുട്ടികളൊക്കെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക. അതോടൊപ്പം വിഷ്ണു സഹസ്രനാമം ജപിക്കുക. നമ്മൾ സപ്താഹത്തിലൊക്കെ എത്രയോ കുട്ടികളെ കാലത്തൊക്കെ ഇരുത്തിയിട്ട് പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കാറുണ്ട്. അതുപോലെ സാധിക്കുന്നവർക്കൊക്കെ വിഷ്ണു സഹസ്രനാമം ജപിക്കാനും പഠിക്കാനും ഒക്കെ സാധിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള മഹാമന്ത്രത്തെ ജപിക്കുന്നതും വളരെയധികം ഈശ്വരാധീനത്തെ കൊണ്ടുവരും. നാരായണ കവച മന്ത്രം എന്നുള്ള ആ ഒരു മന്ത്രലിഖിതമായ യന്ത്രം എഴുതിക്കൊണ്ട് സഞ്ചരിക്കുന്നതും ജീവിക്കുന്നതും വളരെയധികം മനോധൈര്യത്തെയും മനസാന്നിധ്യത്തെയും ചേർത്ത് വെക്കുന്നത് നല്ലതാണ്. ശ്രീമദ് ഭാഗവത പുരാണത്തിൽ വളരെയധികം ഗംഭീരമായി പരാമർശിക്കുന്ന ഒരു കഥയാണ് ഈ നാരായണ കവചം എന്നുള്ളത്. ആ കവചം എന്നുള്ളത് വളരെ സിദ്ധിയുള്ള ഒരു മന്ത്രം ആണ്. ആ മന്ത്രത്തെ നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് വെക്കുമ്പോഴാണ് ഈ ധൈര്യം എന്നുള്ളതൊക്കെ അവനവൻ്റെ മനസാന്നിധ്യമാണ്. ധൈര്യം എന്നുള്ളതൊക്കെ വാക്കിനർത്ഥം നമുക്ക് മനസ്സിലാവുന്നതാണ്. അത്തരത്തിൽ ഈ വ്യാഴം 12-ാം ഭാവത്തിൽ വരുമ്പോൾ മനസാന്നിധ്യം കുറയാതെ എല്ലാത്തിലും ഉഷാറായിക്കൊണ്ട് ഉന്മേഷവാന്മാരായിക്കൊണ്ട് ഈ ഒരു വർഷകാലഘട്ടം പൂർത്തീകരിക്കാൻ സാധിക്കട്ടെ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.